എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ശർക്കര ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പായസം എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഈ ഒരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രൗൺ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഉണക്കലരി ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബാസ്മതി റൈസ് ഉപയോഗിക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതാദ്യം 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ കഴുകിയെടുത്ത് ഞാനിവിടെ ഒരു വലിയ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുക്കറിലൊന്നല്ല വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്, സാധാരണ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വെന്തുടഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാനിവിടെ സാധാരണ രീതിക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് നേരത്തോളൊക്കെയാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദാ നമ്മളുടെ അരി നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് അരി വെന്ത് വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് 2 കപ്പ് ശർക്കര പൊടിച്ചത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് ഇതുപോലെ പതഞ്ഞ് വരുന്നത് വരെ മാത്രമാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും തരിയോ മണലോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അരി നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അരി നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഞാനിവിടെ ശർക്കര പാനി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ശർക്കര പാനിയിൽ കിടന്ന് ഈ ഒരു അരി നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു അരിയിലേക്ക് ശർക്കരയുടെ ഫ്ലേവർ നല്ല പോലെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതാ ഇപ്പം നന്നായിട്ട് തന്നെ ഇത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുന്നത് വരെ നന്നായിട്ട് തന്നെ ഇത് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ഫ്ലേവർ നല്ലപോലെ കിട്ടാനും അതുപോലെ തന്നെ ശർക്കര നല്ലപോലെ വരട്ടിയെടുക്കാനും ഇത് സഹായിക്കും. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര ചേർത്തുണ്ടാക്കുന്ന എല്ലാ പലഹാരത്തിലും നമ്മൾ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ആ ഒരു ശർക്കരയുടെ ആ ഒരു മടുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വരട്ടിയെടുത്തിട്ടുണ്ട്. ആ ഒരു അരിയിലൊക്കെ ശർക്കര നല്ല പോലെ തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1-ാം പാല് 2-ാം പാലൊന്നും പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല. 1.5 കപ്പ് തേങ്ങ ചിരകിയത് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പാലെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-ാം പാല് ചേർത്ത് പിന്നെ അവസാനം 1-ാം പാല് ചേർത്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. 1-ാം പാല് 2-ാം പാല് എന്നൊന്നുമില്ല, മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ബാക്കിയുള്ളത് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 1-ാം പാല് 2-ാം പാലായിട്ട് ചേർക്കുന്നതാണെങ്കിൽ ആദ്യം 2-ാം പാല് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1.5 കപ്പ് 2-ാം പാല് ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് 1/2 കപ്പ് 1-ാം പാലും കൂടെ ചേർത്ത് എടുക്കാവുന്നതാണ്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കാൻ വേണ്ടി പാടില്ല, അത് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഡയറക്റ്റ് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകത്തിന് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് പാകത്തിന് തയ്യാറാക്കി എടുക്കണം എന്നുള്ളത്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കുറുക്കം എത്ര വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് കോരി കഴിക്കണ പാകത്തിനുള്ള ആ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വരും.
ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ശർക്കരയും അരിയും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നമ്മളുടെ ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് ഒക്കേഷനിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.